ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും നടത്തി. DCC അംഗം N. വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. ഭരണിക്കാവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. ഭരണിക്കാവ് കോൺഗ്രസ് ഭവനിൽ നടത്തിയ പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവായ DCC അംഗം N. വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. വേണ്ടി അഹോരാത്രം പൊരുതിയ ഒരു നേതാവായിരുന്നു മുൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മുഖമായിരുന്നു രാജീവ് ഗാന്ധിയുടെ എന്നുള്ള കാര്യം നമുക്കറിയാം. ലോക രാഷ്ട്രരംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാജീവ് ഗാന്ധിയുടെ സ്മരണയെ നമ്മൾ ഓർക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്ന ഈ ദിവസം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നാം ഒന്ന് വിരൽ ചൂണ്ടുന്നതുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഈ മാറ്റം ഉണ്ടാക്കിയത് ഈ രാജ്യം എന്നും രാജീവ് ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിരുന്ന അമേരിക്കയിൽ നിന്നും ജോൺ ട്രോറ എന്ന് പറയുന്ന ആളിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ ഡിജിറ്റൽ സിസ്റ്റം രാജ്യത്ത് നടപ്പാക്കുന്നതിന് വേണ്ടി ആ കേബിൾ സിസ്റ്റത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതാണ്. ആരെയും കൊല്ലാൻ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ശണ്ട കൂടാൻ പോയി മരണപ്പെട്ടതില്ല. ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട രാജ്യത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ച ആളാണ് രാജീവ് ഗാന്ധി. ഈ രാജ്യത്തിൻ്റെ മതങ്ങളുടെ ഐക്യത്തിന്, രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി എല്ലാം പ്രവർത്തിച്ച ശ്രീ രാജീവ് ഗാന്ധിയുടെ ഓർമ്മകൾ എന്നും നമ്മളെ ഇങ്ങനെ വിഷമത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ സമയത്ത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ വളരെ മോശമായി നരേന്ദ്രമോദി പറഞ്ഞു. പാകിസ്ഥാൻ്റെ ആൾക്കാരെ പോലെ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ അധികാരത്തിന് വേണ്ടി വിഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരൻ നടത്തിയ അതേ പ്രവർത്തനമാണ് ബ്രിട്ടീഷുകാരനെ പോലെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സംസാരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട്, മതങ്ങളുടെ പേരിൽ ഭിന്നിപ്പിച്ചുകൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാരൻ ഇവിടെ ഭരിച്ചിരുന്നെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ BJP ഗവൺമെന്റും ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് വിഷ്ണു ചേക്കോടൻ അധ്യക്ഷനായി. അവിനാശ് ഗംഗൻ, ചേലക്കാട്ട് രാധാകൃഷ്ണൻ, കട്ടച്ചിറ ഗോപാലകൃഷ്ണപിള്ള, കട്ടച്ചിറ ശ്രീകുമാർ, വേണുഗോപാൽ തെങ്ങന്തറയിൽ, MR മനോജ് കുമാർ, KR ഷൈജു, G മോഹനൻ പിള്ള, K രഘുകുമാർ, N ശങ്കരൻകുട്ടി, S ഗോപാലകൃഷ്ണപിള്ള, അജി അരമന, നിഷ K സാം, മുരളീധരൻ വിഭജിക, PR രാധാകൃഷ്ണപിള്ള, ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.